സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളും പിന്നീടുണ്ടാകുന്ന വിമതശല്യങ്ങളുമാണ് UDF-നും കോൺഗ്രസിനും തിരഞ്ഞെടുപ്പുകളിൽ എക്കാലത്തും തിരിച്ചടിയാകാറുള്ളത്. ഇത്തവണ കാര്യമായ അസ്വാരസ്യങ്ങളില്ലാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 20-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും വരും. 3 സീറ്റുകളിൽ ഒഴികെയുള്ള സിറ്റിംഗ് MLA-മാരുടെ പേരുകൾ പ്രഖ്യാപിക്കാനാണ് പ്രാഥമിക ധാരണ. കെ ബാബുവിന് പകരം തൃപ്പൂണിത്തുറയിൽ മറ്റൊരാളെത്തും. ആരോഗ്യ പ്രശ്നങ്ങളാണ് കെ ബാബുവിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് പകരം മറ്റൊരാളോ അല്ല എങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് വെച്ചുമാറിയുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ആ പ്രഖ്യാപനവും പിന്നീടാകും. അതോടൊപ്പം IC ബാലകൃഷ്ണന്റെ കാര്യത്തിലും സമാനമായി തന്നെയാണ് കാര്യങ്ങൾ. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും വെച്ചുമാറുന്നത് സംബന്ധിച്ച ചില ആലോചനകൾ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൂർണ്ണമായ കടിഞ്ഞാൺ KC വേണുഗോപാലിലേക്ക് എത്തുകയാണ്. KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായ അടുപ്പക്കാരനായ നേതാവായ മധുസൂദനൻ മിശ്രയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. KPCCയുടെ തിരഞ്ഞെടുപ്പ് സമിതി ചേർന്ന ശേഷം ഒരു പട്ടിക കേന്ദ്രത്തിന് സമർപ്പിക്കും. അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയാകും അന്തിമ തീരുമാനമെടുക്കുക. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 85-ന് മുകളിൽ സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 3 ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് നേതാക്കൾ പ്രവചിക്കുന്നത്. കാസർഗോഡ് ആകെയുള്ള 5 സീറ്റുകളിൽ 3 ജയിക്കാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിൽ 11-ൽ 4, കോഴിക്കോട് 13-ൽ 8, വയനാട് 3-ൽ 3, മലപ്പുറത്ത് മുഴുവൻ സീറ്റുകളും 16-ൽ 16, പാലക്കാട് 12-ൽ 5, തൃശൂരിൽ 13-ൽ 6, എറണാകുളത്ത് 14 സീറ്റുകളിൽ 12-ലാണ് വിജയപ്രതീക്ഷ. ഇടുക്കിയിൽ 5-ൽ 4 വിജയിക്കാമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. ആലപ്പുഴയിൽ 9-ൽ 4, കോട്ടയത്ത് 9-ൽ 5, പത്തനംതിട്ടയിൽ ആകെയുള്ള 5 സീറ്റിൽ 5 പിടിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കൊല്ലത്ത് 11 സീറ്റുകളിൽ 6 എണ്ണത്തിൽ വരെ വിജയിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്ത് നിലവിലുള്ള 1 സീറ്റ് എന്നത് 4 സീറ്റാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുന്നണി വിപുലീകരണ ചർച്ചകളിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഷീൻ നരിപ്പറ്റിക്കൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, സുൽത്താൻ ബത്തേരി.